ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് UAE ഉമ്മൽ കോയിനിൽ ഒരു അർബാടെ ഫാം ഹൗസിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടത് ഫുള്ളും കേബേജ് ആണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു നെല്ലാണെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് നെല്ലല്ല, അത് ഗോതമ്പാണ് കേട്ടോ. ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിൽ പോയത് ഇതാ പച്ചമുളകിൻ്റെയാണ് കേട്ടോ. പല ടൈപ്പിലുള്ള പച്ചമുളകുണ്ട്, എരിവുള്ളതും എരിവില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ഫ്രഷ് ആയിട്ട് പറിച്ചോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയിൽ പറയാണ്, പറിച്ചോളാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ മുതലെടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ കുറച്ചൊക്കെ പറിച്ചു കേട്ടോ. പുള്ളിയും കുറേയൊക്കെ ഇങ്ങനെ പറിച്ചു വന്നു. എന്നിട്ട് ആളും എന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയത് മറ്റേ ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇതാ ആളിങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു കവറൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിൽ പോയത് തക്കാളിയാണ് കേട്ടോ. തക്കാളി കുറേ ഉണ്ട് ഇവിടെ, ഒരുപാട് സെക്ഷൻ ഉണ്ട്. തക്കാളി നമ്മൾക്ക് പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല ഫ്രഷ് ആയിട്ട് പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങനെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. പിന്നെ അതാ ഇവിടെ കുറേ ഉള്ളി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി പറിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതായിട്ടില്ല. പിന്നെ ഇവർ കുറേയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കാണുന്ന കണ്ടെയ്നറാണ് 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള കണ്ടെയ്നറാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ പറിച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ നാരങ്ങയുണ്ട്, അതുപോലെ ഇതാ മല്ലിയില, നല്ല മണം ഉണ്ടായിരുന്നു. മല്ലിയിലയുടെ ആവശ്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറിച്ചില്ല കേട്ടോ. പക്ഷേ പുള്ളി എല്ലാം എന്ത് നോക്കിയാലും പറിച്ചോളൂ എന്നൊക്കെ പറയും. പിന്നെ ഇതാ നമ്മൾ ഉപ്പുവെള്ളം വന്നിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ കൺട്രോൾ റൂമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ കുറേ റോസാപ്പൂ ഉണ്ട്, ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നതാണ് അത്തിപ്പഴം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു പഴമാണ് കേട്ടോ അത്തിപ്പഴം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പറിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആളോട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു. റഷീദ് എന്നാണ് കേട്ടോ ആളുടെ പേര്. 4 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൾക്ക് ഈ ഒരു ഫാം മാത്രമല്ല, 2-3 ഫാമൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഇത് ആപ്പിളിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. കഴിച്ചപ്പോൾ എനിക്ക് സബർജല്ലി പോലെ ഉണ്ടായിരുന്നു. ആണെന്നോ എനിക്ക് തോന്നുന്നത്, അറിയില്ല. പിന്നെ ഇതാ ലെമൺ ഉണ്ട്. പിന്നെ ഈ ഫ്രൂട്ട് ഓറഞ്ച് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്കത് തൊലിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ്. നല്ല പുളിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതും ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞതാ ഇവർ നിറയെ ഇതുപോലെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കടയിൽ കൊടുക്കാനുള്ളതാണ്. ലോക്കൽസിലുള്ള കടകളിലാണ് കേട്ടോ അധികം കൊടുക്കുന്നത്. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്കും അവരെടുക്കും. പിന്നെ ഇതാ നമുക്ക് ഒരുപാട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കവർ നിറച്ച് തക്കാളിയും അതുപോലെ പച്ചമുളകും കുക്കുംബറും ഒക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് നിന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കാൻ, എത്ര വർഷം തുടങ്ങി, എന്താണ് ഏതാണ് പറഞ്ഞു തരാനും ഫോട്ടോ എടുക്കാനൊന്നും ഒരു മടിയും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അധികം അങ്ങനെ ഇംഗ്ലീഷൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഏട്ടനായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഏട്ടൻ ആരാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുള്ളി നമ്മളൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. പിന്നെ ആളുടെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ആളിതാ എനിക്ക് ഈന്തപ്പഴം തന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച അറബ് ഇതുപോലെയേ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഈ ഫാം ഹൗസിൽ നമ്മൾ വരാനായിട്ട് മെയിൻ റീസൺ നമ്മുടെ കരിയാട് രാജീവേട്ടൻ, നമ്മുടെ നാട്ടുകാരനാണ്, തോട്ടുമലാണ്. അപ്പോൾ പുള്ളിയാണ് ഇവിടെയാണ് പുള്ളി താമസിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് രാജീവേട്ട. ഇതാണ് നമ്മളെ ചേച്ചി. അങ്ങനെ ഞങ്ങളിതാ പുള്ളിയുടെ അടുത്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ.